ഹലോ, അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ഞാൻ 3 തക്കാളിയുടെ തണ്ട് ഞാൻ മുറിച്ചെടുത്തത്. അതെങ്ങനെയാണ് മുറിക്കേണ്ടത്? നല്ല മൂർച്ചയുള്ള ബ്ലേഡ് വെച്ച് ക്ഷതമേക്കാതെ എടുക്കണം. ചതയൊന്നും ചെയ്യരുത്. മുറിച്ചെടുത്തിട്ട് നോർമൽ വെള്ളത്തിൽ അതിനെ ഒരാഴ്ച തണലത്ത് നോക്കി വെച്ചിരുന്നാൽ അതിൽ നല്ല രീതിയിൽ വേര് വരും. നല്ല പൊറ്റ പോലെ വേര് വന്നു നിങ്ങൾക്ക് കാണാമല്ലേ. അതിനെ ഇന്ന് ഞാൻ മാറ്റി നടാൻ ഞാൻ ചെയ്യുന്നത്, ഞാൻ ആഴ്ചകൾക്ക് മുമ്പേ തക്കാളി നടാൻ മണ്ണിൽ കുമ്മായവും ചേർത്ത് വാട്ടരോഗം വരാതെ ഇരിക്കാൻ 1 സ്പൂണ് കല്ലുപ്പിട്ട് ഇളക്കി ഏതെങ്കിലും തണലുള്ള ഭാഗത്ത് ഈ മണ്ണിനെ വെച്ചിരിക്കും. 10 ദിവസമെങ്കിലും അങ്ങനെ ഇരിക്കണം. ആ മണ്ണും അടിവളമായിട്ട് കൊടുക്കുന്നത് വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, ചകിരിച്ചോറ്, ആട്ടുംപുഴുക്ക, ഇത്രയുമാണ് ഞാൻ അടിവളമായിട്ട് കൊടുക്കുന്നത്. അതെടുത്ത് നല്ല രീതിയിൽ മണ്ണുമായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് തക്കാളി നടുമ്പം കുറച്ച് താഴ്ത്തി നടണം. താഴ്ത്തിയേ നമ്മളെപ്പോഴും തക്കാളി നട്ടാലും താഴ്ത്തി നടണം. കാര്യം ഇത് വലിയ കട്ടിയുള്ളതല്ല, ഇതിൻ്റെ തണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അപ്പോൾ അത് താഴ്ത്തി നട്ടിട്ട് മണ്ണ് കുറേ ഭാഗം ഒരു 3-4 ഇഞ്ചെങ്കിലും അങ്ങ് താഴ്ത്തണം. 4 ഇഞ്ചെങ്കിലും താഴ്ത്തണം. അങ്ങനെ താഴ്ത്തിയേ എപ്പോഴും തക്കാളി നടാവും. അപ്പോൾ അതൊക്കെ ഇട്ട് നട്ടിട്ട് ഇതെന്തോ ചെയ്യണം, ശക്തിയിൽ വെള്ളം വീഴാത്തിടത്തും ശക്തിയിൽ വെയിലടിക്കാത്ത ഭാഗം നോക്കി നട്ടിട്ട് മാറ്റി വയ്ക്കണം. മാറ്റി വെള്ളം ഒഴിച്ച് 2-3 ദിവസം അങ്ങനെ വെച്ചിരിക്കണം. പിന്നെ ഇനി ഇതിൽ തക്കാളി പിടിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. തുടർന്നും നിങ്ങൾ അങ്ങോട്ടുള്ള സപ്പോർട്ടാണ് ഇനി എൻ്റെ തുടർന്നുള്ള